കൊന്നിച്ചു മിനസാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. സോ നമ്മൾ നോക്കാൻ പോകുന്നത് ഗാച്ചിയക്കുട്ടു എന്ന് പറയുന്ന ആനിമി സീരീസിന്റെ എപ്പിസോഡ് 8ന്റെ മലയാളം എക്സ്പ്ലനേഷനാണ്. സോ ഗൈസ്, ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനെ നമ്മുടെ വീഡിയോ ഒന്ന് റെക്കമെൻഡ് ചെയ്യാനും മറക്കണ്ട. പിന്നെ താഴെ കാണിക്കുന്ന ആ ഒരു ഹൈപ്പറിന് അമർത്താനും മറക്കണ്ട കേട്ടോ. അങ്ങനെ ഈ എപ്പിസോഡ് തുടങ്ങാൻ നേരത്ത് നമ്മുടെ റൂഡോട്ട് ആ പാട് മൂടോട്ടാക്കി ഇരിക്കുവാണ്. ഈ സമയത്ത് ഇൻസ്റ്റാഗ്രാമിൻ്റെ അടുത്ത് വന്നിരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നീ എന്തിനാടാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? ഞാൻ കേട്ട് നീ നിന്റെ ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്യാൻ പഠിച്ചെന്നാണല്ല. എന്തായാലും നന്നായെന്ന് പറയാനടുത്ത് പെട്ടെന്ന് റോഡ് ദേഷ്യപ്പെടുന്നുണ്ട്. ഒന്ന് നിർത്തുന്നുണ്ടോ? അവന്മാർക്ക് ഗ്രിസിനെ കിട്ടിയില്ലേ? ഞാൻ അവിടെ ആയിരുന്നപ്പോഴും ഇവിടെ ആയിരുന്നപ്പോഴും എനിക്ക് പവർ ഉള്ളപ്പോഴും പവർ ഇല്ലാത്തപ്പോഴും എപ്പോഴും ഒരേപോലെ തന്നെയാണ്. എന്നെ രക്ഷിക്കുന്ന ആരെയും എനിക്ക് രക്ഷിക്കാൻ പറ്റുന്നില്ല. ഞാൻ എപ്പോഴും ഇതേപോലെ തന്നെയാണ്. നീ കൂടുതലാഴ്ച തല പോക്കാൻ നിൽക്കണ്ട. ഗ്രിസിന് അറിയാമായിരുന്നു അവൻ എന്തുവാണ് ചെയ്തതെന്ന്. നീ ഒരു സ്പിയറൈറ്റ് ആയതുകൊണ്ട് മാത്രമല്ല അവൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്തത്. പകരം നീ അവൻ്റെ ടീമിലുള്ള ഒരാളായതുകൊണ്ട് തന്നെ നീ അല്ലാതെ അവിടെ വേറെ ആരാണെങ്കിലും അവൻ അങ്ങനെ തന്നെ ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നീ വെറുതെ അവനെ തെറ്റിദ്ധരിക്കുകയൊന്നും വേണ്ട. എന്തായാലും മതി, നീ അകത്തേക്ക് വന്ന് അവനൊന്ന് കാണാൻ നോക്ക്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ റൂഡോ ഞെട്ടിത്തെറിച്ച് നിൽക്കുന്നതാണ്. റൂഡോയ്ക്ക് അവൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അവൻ നോക്കാൻ നേരത്ത് ഗ്രിസ് അവിടെ ജീവനോടെ ഉണ്ട്. ഇത് കണ്ടപ്പോഴാണ് ബാക്കിയുള്ളവർക്കൊരു കാര്യം മനസ്സിലായത്. റൂഡോ ഇത്ര നേരം വിചാരിച്ചു വെച്ചത് ഗ്രിസ് മരിച്ചുപോയെന്നായിരുന്നു. അതുകൊണ്ടാണ് അവൻ ഇത്ര അധികം മൂഡൗട്ടായിട്ടിരുന്നത്. ആ ടൈമിൽ എല്ലാവരും കൂടെ അവനിട്ട് നൈസ് കളിയാക്കുന്നുണ്ട്. പെട്ടെന്ന് അവൻ ചാടിക്കറി ചോദിക്കുന്നുണ്ട്, അതെങ്ങനെ ശരിയാക്കോ? ഞാൻ കണ്ടതല്ലോ നിന്റെ ശരീരത്തിൻ്റെ അകത്തൂടെ ആ സാധനം കുത്തി ഇറങ്ങുന്നത്. പിന്നെ എങ്ങനെയാണ് നീ ഇപ്പോഴും ജീവനോടിരിക്കുന്നത്? ഓ അതാണോ? അത് നമ്മുടെ ടീമിലുള്ള ഈ കാണുന്ന കൊച്ചു കണ്ടോ, ഇവൾ കാരണമാണ്. ഇവളാണ് ഇന്നത്തെ സ്റ്റാർ. അവളുടെ പേര് യശി എന്നാണ്. നമ്മുടെ ക്ലീനേഴ്സിൻ്റെ കൂട്ടത്തിൽ അവൾക്ക് മാത്രമാണ് ഹീലിംഗ് പവേഴ്സ് ഉള്ളത്. ആൻഡ് അവൾ കുറച്ച് നാണക്കാരിയാണ്. അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെയൊക്കെ നിൽക്കത്തേ ഉള്ളൂ. ഈ ടൈമിൽ എഞ്ചിൻ പറയുന്നുണ്ട്, നീ അവളെ മൈൻഡ് ചെയ്യണ്ടാട്ടോ, അവൾ എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഏഷ്യ, എന്തായാലും റിയലി താങ്ക്സ് കേട്ടോ. നീ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഇന്ന് മരിക്കുമായിരുന്നു. സോ ഞാൻ നിന്നോട് കടപ്പെട്ടിരിക്കുന്നു. പിന്നെ ഫോളോ, നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു വേണ്ട കേട്ടോ. നീ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അവിടെ കിടന്ന് മരിച്ചിരുന്നു. നീ ഇല്ലായിരുന്നെങ്കിൽ എനിക്കിപ്പോൾ ഇങ്ങനെ ജീവനോട് ഇരിക്കാനേ പറ്റത്തില്ല. സോ നീ കിടന്ന് വിഷമിക്കണമെന്ന് പറയാനടുത്ത് പെട്ടെന്ന് ഫോളോന് സങ്കടം വരും. അവനവിടെ ചാടി അവൻ്റെ മേത്ത് വീണിട്ട് കിടന്ന് കരയുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ്ലി റൂഡോ, നീ അത്യാവശ്യം നന്നായിട്ട് തന്നെ പെർഫോം ചെയ്ത്. നിൻ്റെ സാക്കയുടെ ആ ഒരു ടീം വർക്ക് അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ പ്രതീക്ഷയിലും അപ്പുറമായിട്ട് നീ പെർഫോം ചെയ്ത്. പിന്നെ ഒരു കാര്യം, നീ വിഷമിക്കൊന്നും വേണ്ട. എൻ്റെ ആ ടെയിൽസ്മാൻ പോയതുകൊണ്ട് നിനക്ക് എന്തായാലും അത് യൂസ് ചെയ്യാൻ പറ്റില്ല. അത് തന്നെ ധാരാളം. അതുകൊണ്ട് തന്നെ ഞാൻ വളരെയധികം ഹാപ്പിയാണ്. സോ നീ വിഷമിച്ചിരിക്കാനും വേണ്ട. ഞാൻ പറഞ്ഞത് കേട്ടല്ലോ? ആ കേട്ട്, കുഴപ്പമൊന്നുമില്ല എനിക്ക്. എന്തായാലും ഒരു കാര്യം ഉറപ്പായിട്ടുണ്ട്, നമ്മൾ ക്ലീനേഴ്സിന് ഇനി മുതൽ ട്രാഷ് ബിസിനെ നോക്കിയാൽ പോലെ ഈ റേഡിയേഴ്സിനും കൂടെ കൈകാര്യം ചെയ്യേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ തന്നെ നമുക്ക് കുറച്ചധികം പുതിയ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ റൈഡർ ഒരു ബോർഡിനെ പറ്റി പറഞ്ഞത് കേട്ടില്ലേ? പെട്ടെന്ന് ഒരുത്തൻ അവിടേക്ക് പറയുന്നുണ്ട്, ഞാൻ ആ സ്ഥലത്തിനെ പറ്റി കുറച്ച് റിസർച്ച് ചെയ്യുമായിരുന്നു. അതാരാണ്? ഓ ഇതാണ് നമ്മുടെ ബോസ്. അപ്പോഴാണ് റൂഡോ അവിടുത്തെ ബോസിനെ ആദ്യമായിട്ട് കാണുന്നത്. റൂഡോയ്ക്ക് എന്ത് സംസാരിക്കണം എന്നറിയാമായിരുന്നു. അവൻ ആകെപ്പാട് ബ്ലാങ്ക് ആയിപ്പോയി. സോ ഇതാണ് ക്ലീനേഴ്സിന്റെ ലീഡർ. സോ ബൈ ദ വേ റൂഡോ, നിന്നെ കണ്ടതിൽ സന്തോഷം. നീ വന്ന ദിവസം എനിക്ക് എന്നെ കാണാൻ സാധിച്ചില്ല. ഞാനാണ് കോർവസ്, കോർവസ്. ഞാനാണ് ഈ കാണുന്ന ക്ലീനേഴ്സിൻ്റെ ഒക്കെ ലീഡറും ഇവിടെ എല്ലാം മാനേജ് ചെയ്യുന്നത്. ഇതേ കാണുന്നത് റൂഡോ ഇച്ചിരി ടെൻഷൻ അടിച്ചിട്ട് പറയുന്നുണ്ട്, യെസ് സാർ, ഞാൻ കേട്ടത് നീ ടെമ്പററി ആയിട്ട് ഇൻഫർമേഷന് വേണ്ടി മാത്രം ഞങ്ങളുടെ കൂടെ നിൽക്കുന്നതെന്നാണ്. സോ ഞാൻ ആദ്യം പ്ലാൻ ചെയ്തത് നീ റിജക്റ്റ് ചെയ്യാമെന്നായിരുന്നു. പക്ഷേ നീ എന്തായാലും ചെയ്ത ഹെൽപ്പ് കൊണ്ട്, ബാക്കിയുള്ളവർക്ക് നീ ചെയ്ത ഹെൽപ്പ് കൊണ്ടും ഞങ്ങളുടെ പീപ്പിളിനെ നീ ഹെൽപ്പ് ചെയ്തുകൊണ്ടും മാത്രം ഞാൻ എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ചിട്ടുണ്ട്. ഇനി എന്തായാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, നീ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളാണ്. സോ ഒഫീഷ്യലി വെൽക്കം ടു ക്ലീനേഴ്സ് റൂഡോ എന്നെ പുള്ളിക്കാരൻ തിരിഞ്ഞ് നടക്കുന്നുണ്ട്. ആ വഴിക്ക് പുള്ളിക്കാരൻ പറയുകയും ചെയ്യും, നീ എന്തായാലും എൻ്റെ റൂമിലേക്ക് പോയി കുറച്ചധികം ഇൻഫർമേഷനും അതേപോലെ നിൻ്റെ ഡ്രസ്സും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബോസിൻ്റെ ആ ഒരു റൂമാണ്. അവൻ പറയുന്നുണ്ട്, നീ ബോർഡറിനെ പറ്റി കേട്ടില്ലേ? ഈ ബോർഡർ എന്ന് പറയുന്ന സ്ഥലം സ്പിയറിന്റെയും നമ്മുടെ ഗ്രൗണ്ടിന്റെയും ഇടയിലുള്ള ആ ഒരു പോർഷനെയാണ് പറയുന്നത്. ഈ സ്പിയറിലേക്ക് കടക്കുന്ന എല്ലാവരും ഈ ബോർഡിൽ വെച്ച് മരിക്കാറാണ് പതിവ്. പക്ഷേ ഇപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആയുള്ള ഒരു കാര്യം കേട്ടിട്ടുണ്ട്. നമ്മുടെ നോമാൻസ് ലാൻഡിന്റെ അടുത്ത്, ബോർഡറുമായിട്ട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ആ ഒരു നോമാൻസ് ലാൻഡിന്റെ അവിടെ ഒരു പെങ്കൊച്ച് ജീവിക്കുന്നുണ്ട്. ഒരു തവണ ഒരു ട്രാവലർ വഴിതെറ്റി അവിടെ ചെന്നപ്പോൾ ഈ പെണ്ണാണ് അവനെ ഹെൽപ്പ് ചെയ്തത്. എന്നാൽ ഇവളായിട്ട് എപ്പോഴും ആകർഷതയ്ക്ക് നോക്കി നിൽക്കുമായിരുന്നു. ഒരു തവണ അവൻ ചോദിച്ചു, അല്ല നീ എന്തിനാണ് ഇങ്ങനെ നിൽക്കുന്നത്? അപ്പോൾ അവൾ തിരിച്ചു ഉത്തരം പറഞ്ഞത്, മുകളിൽ നിന്ന് താഴത്തേക്ക് വീഴുന്നവരെ നോക്കി നിൽക്കുവാണെന്നാണ്. അതേപോലെ അവൾ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു, ചിലവർ വരാറുമുണ്ട് അതേപോലെ പോകാറുമുണ്ട്. ചുരുക്കം പറഞ്ഞാൽ നീ അവളെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നിനക്ക് അവിടേക്ക് പോകാനുള്ള എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുന്നതാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇതത്ര എളുപ്പമുള്ളൊരു ജേർണി ആയിരിക്കത്തില്ല, കുറച്ചധികം ഡേഞ്ചറസ് ആയിരിക്കും. സോ നീ എന്ത് പറയുന്നു? ഇവിടെ നിൽക്കുന്നോ അതോ പോണോ? ഞാൻ എന്തായാലും പോകാൻ തീരുമാനിച്ചതാണ്. ഈ ടൈമിൽ എഞ്ചിനായിട്ട് അകത്തേക്ക് കയറി എന്നിട്ട് പറയുന്നുണ്ട്, നിനക്ക് യൂണിഫോം കിട്ടിയല്ലേ? എന്തായാലും കൊള്ളാം, നിനക്കത് നന്നായിട്ട് തന്നെ ചേരുന്നുണ്ട്.
അത് കഴിഞ്ഞ് കാണുന്നത് നമ്മുടെ സാക്കിനാണ്. പുള്ളിക്കാരനാട്ടെ എന്തോ കൊണ്ട് പേടിച്ച് വിറച്ച് നിൽക്കുവാണ്. പുള്ളിക്കാരന് എന്ത് ചെയ്യണമെന്നറിയാൻ പറ്റില്ല. കാര്യം അത്രത്തോളം വിചിത്രമായൊരു കാര്യമാണ് അവൻ്റെ ഫ്രണ്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് 6 മണിക്കൂർ മുമ്പത്തെ ഒരു കാര്യമാണ്. നമ്മുടെ റോഡാട്ടെ ഫോളോനെ വലിച്ചിട്ട് മുമ്പിലേക്ക് നടക്കുവാണ്. അവൻ പറയുന്നുണ്ട്, എടാ നീ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ നീ ഉറപ്പായിട്ടും മരിക്കും. നോമാൻസ് ലാൻഡ് എന്തുമാത്രം പ്രശ്നമാണെന്ന് എനിക്കറിയാമല്ല. നീ എന്തായാലും ഇപ്പം അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. പിന്നെ ഇത്രയധികം ഇൻഫർമേഷൻ കിട്ടിയിട്ട് ഞാൻ ഇനിയും അങ്ങോട്ട് പോയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇതൊക്കെ കാണിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് റൂഡോ വീണ്ടും മുമ്പിലേക്ക് നടക്കുവാണ്. ഈ ടൈമിൽ എഞ്ചിൻ വന്നിട്ട് പറയുന്നുണ്ട്, എടാ ഒന്ന് അടങ്ങി നിൽക്കാൻ നോക്ക്, ഞാൻ പറയുന്നത് ആദ്യം ശ്രദ്ധിച്ചേക്ക്. നീ ഇപ്പോൾ അവിടേക്ക് പോയി, നിനക്ക് ഇൻഫർമേഷനും കിട്ടി, നീ പിന്നെ എന്ത് ചെയ്യും? നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നിനക്ക് പോലും അറിഞ്ഞൂടാ. അതല്ലേ അവസ്ഥ? അത് ശരിയാണ്. എനിക്കെന്ത് അതുകൊണ്ടാണ് ഞാൻ പറയുന്ന പോലെ കേൾക്കാൻ പറഞ്ഞത്. ആദ്യം നിൻ്റെ പവേഴ്സിന് കുറച്ചധികം കാര്യങ്ങൾ നീ മനസ്സിലാക്കാനുണ്ട്. അതിൻ്റെ ലിമിറ്റ്സ്, അതിൻ്റെ വീക്ക് പോയിൻറ്റ്സ്, അതെന്തൊക്കെയാണെന്ന് നിനക്ക് മനസ്സിലാക്കിയാൽ മാത്രമേ അത് നിനക്ക് പ്രോപ്പർലി യൂസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അത് പ്രോപ്പർലി നിനക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അല്ല അപ്പോൾ ഞാനെങ്ങനെ പോകും? അല്ല നീ എൻ്റെ കൂടെ വരുമോ? പിന്നെ അല്ലാതെ നിന്നെ ഒറ്റക്ക് അവിടേക്ക് വിടുവോ? നീ ഒറ്റക്ക് അവിടേക്ക് പോയാൽ സൂയിസൈഡ് ആണെന്നാണ് അതിനർത്ഥം. പക്ഷേ അതിനു മുമ്പ് നീ എന്തായാലും വന്ന് റെസ്റ്റ് എടുക്കാൻ നോക്ക്. എന്തായാലും ഞങ്ങൾ അവിടേക്ക് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാര്യം നോമാൻസ് ലാൻഡിൽ ചെന്നാൽ മാത്രമേ ട്രാഷ് ബേസിനെ പറ്റി നിങ്ങൾക്ക് റിസർച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ റൈഡേഴ്സിനെയും കൂടെ തപ്പണം. അപ്പോഴാണ് റോഡിക്ക് ആ ഒരു കാര്യം ഓർമ്മ വന്നത്. അല്ല ആ റേഡിയസ് അവർക്ക് എങ്ങനെയാണ് ഗീവേഴ്സിൻ്റെ പവർ ഉള്ളത്? അവർക്ക് എങ്ങനെയാണ് അതൊക്കെ കിട്ടിയത്? അതാണ്. എടാ നീ ഒരു സാധാരണക്കാരൻ്റെ POVയിൽ നിന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ഗീവേഴ്സ് എല്ലാവരും ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിനെ മാത്രം കെയർ ചെയ്തുകൊണ്ട് അവർ നോക്കാൻ നേരത്ത് നമുക്ക് വട്ട കേട്ടാൽ തോന്നുള്ളൂ. പക്ഷേ ആ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ എന്തുമാത്രം കെയർ ചെയ്യുന്നുവെന്ന് നമുക്ക് മാത്രമേ അറിയാവുള്ളൂ. പക്ഷേ ആ കെയർ ചെയ്യുന്നത് നമ്മളും ആകാം അവരും ആകാം. അതിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ലല്ലോ. ഇതൊക്കെ കേൾക്കാൻ നേരത്താണ് റൂഡോയ്ക്ക് ശരിക്കും ഞെട്ടിയത്. എന്നിട്ട് അവൻ നടന്ന് പോകുന്നുണ്ട്. ഈ ടൈമിൽ റൂഡോ അവൻ്റെ മനസ്സിൽ തന്നെ അവനോട് തന്നെ പറയുന്നുണ്ട്, ഞാൻ ഇത്ര നാൾ വിചാരിച്ചു വെച്ചിരുന്നത് വില്ലൻസ് ആരും ആ ഒരു ഒബ്ജക്ട്സിനെ ഒന്നും കെയർ ചെയ്യില്ല എന്നായിരുന്നു. പക്ഷേ ഇപ്പോഴല്ലേ എനിക്കെല്ലാം മനസ്സിലായത്. ഞാൻ വിചാരിച്ചു വെച്ച് എല്ലാം തന്നെ തെറ്റായിരുന്നല്ലേ. എന്തായാലും നീ ഇപ്പോൾ കിടന്ന് തലവൊക്കെയൊന്നും വേണ്ട, മാറി കിടന്ന് റെസ്റ്റ് എടുക്കാൻ നോക്ക്. പിന്നെ കാണിക്കുന്നത് റൂഡോ അവൻ്റെ റൂമിൽ കിടക്കുന്നതാണ്. പക്ഷേ അവന് റെസ്റ്റ് എടുക്കാനൊന്നും പറ്റുന്നില്ല. കണ്ണും തുറന്ന് മലന്ന് കിടക്കാൻ മാത്രമേ അവന് പറ്റുന്നുള്ളൂ. എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരുന്ന ടൈമിലാണ് പെട്ടെന്ന് റിയോ അവിടേക്ക് കയറി വരുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, റൂഡോ നീ എൻ്റെ കൂടെ പോര്, ഞാൻ എന്തായാലും ക്ലീനേഴ്സ് ഫുള്ള് നിന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് റൂഡോനെ വിളിച്ചിട്ട് അവൾ നേരെ പുറത്തേക്ക് നടക്കുവാണ്. അതായത് ക്ലീനേഴ്സിൻ്റെ ആ സ്ഥലത്തൂടെ നടക്കുവാണ്. ജിം ഹാള്, ട്രെയിനിങ് ഹാള്, വാഷ്റൂം, ഇങ്ങനെ എല്ലാം തന്നെ അവന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അല്ല നീ അവിടെ എന്തോ ചെയ്തിട്ടുണ്ടിരുന്നത്? ഞാൻ എഴുന്നേക്കും, എന്തെങ്കിലും ഗാർബേജ് കളക്ട് ചെയ്യാൻ പോകും, അത് റെഡിയാക്കും, റെക്ടോടെ ഒന്ന് വഴക്ക് കേൾക്കും, അതൊക്കെ തന്നെ, പ്രത്യേകിച്ച് വേറൊന്നുമില്ല. നീ എന്തോ കഴിച്ചിട്ടിരുന്നത്? സൂപ്പ്, ബ്രെഡ്, അതൊക്കെ. അല്ല സ്വീറ്റ്സ് ഒന്നും കഴിച്ചിട്ടില്ലേ? സ്വീറ്റ്സൊക്കെ അവിടെ റിച്ച് ആയിട്ടുള്ളവർ കഴിക്കുന്നതാണ്. ഞങ്ങൾക്കൊന്നും അതൊന്നും തൊടാൻ പോലും കിട്ടാറില്ല. ഞങ്ങളുടെ കുറച്ചുണ്ട് കേട്ടോ. ഞങ്ങളുടെ കുറച്ചുണ്ടെന്ന്. പിന്നെ കാണിക്കുന്നത് റൂഡോ ഞെട്ടിത്തെരിച്ചിരിക്കുന്നതാണ്. അവൻ്റെ ഫ്രണ്ടിലാട്ടെ കുറച്ചധികം സ്വീറ്റ്സ് ഉണ്ടായിരുന്നു. അവിടെ ആട്ടെ നമ്മുടെ എഞ്ചിന് ബാക്കിയുള്ളവരിന്ന് ചീട്ടും കളിക്കുന്നുണ്ടായിരുന്നു. ഈ ടൈമിൽ എഞ്ചിൻ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഇവനെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വന്നത്? അവൻ സ്വീറ്റ്സ് കണ്ടിട്ടില്ലേ? സ്വീറ്റ്സ് എന്ന് പറയുന്നത് ഒരു അഡിക്ഷൻ തന്നെയാണ്. സോ നീ സൂക്ഷിച്ച് കഴിക്കണേ. ഈ സമയത്ത് റൂഡാട്ടെ ഫുള്ളി കൺഫ്യൂസ്ഡ് ആണ്. കാര്യം അത് അത്രത്തോളം പൈസ ഉള്ളവർക്ക് മാത്രം കിട്ടുന്ന ഫുഡാണ് ഈ ഒരു സംഭവം. പക്ഷേ ആ ടൈമിൽ അവൻ പറയുന്നുണ്ട്, എടാ നിനക്കറിയാലോ നമുക്കിവിടെ ഒന്നും വലിയ കൃഷിയൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ടീമിനൊക്കെ നമ്മൾ ട്രേഡ് ചെയ്ത് ഈ സാധനമൊക്കെ മേടിച്ചു വെക്കാറാണ് പതിവ്. നമുക്കിവിടെ ആവശ്യത്തിനുണ്ട്, നീ കഴിക്കണമെങ്കിൽ ഒന്ന് കഴിച്ചു നോക്ക്. പതുക്കെ റൂഡോ അതിൻ്റെ അകത്തുനിന്ന് ഒരെണ്ണം എടുക്കും. എടുത്ത് നേരെ പതുക്കെ കൈ വിറച്ചുകൊണ്ട് അവൻ നേരെ വായിലേക്ക് വെക്കുന്നുണ്ട്. അടുത്ത സെക്കൻഡിൽ തന്നെ റൂഡോ സ്വർഗം കാണുകയുണ്ടായി. അവിടെ ഉണ്ടായിരുന്ന എല്ലാ സ്വീറ്റ്സും അവൻ ആക്രാന്തത്തോടെ വലിച്ചു വരി തിന്നാൻ തുടങ്ങും. ഇത് കണ്ടിരുന്ന അവർ വരെ ഞെട്ടിത്തെറിച്ച് നിന്ന് പോവുകയാണ്. ഈ ടൈമിൽ ഒരുത്തം വന്ന് നമ്മുടെ റൂഡോയുടെ തൊട്ടടുത്ത് വന്ന് നിൽക്കും. റൂഡോയായിട്ട് അവന് നോക്കുന്നുണ്ട്. അവന് ഒന്നും മിണ്ടാതെ റൂഡോനെ തന്നെ തിരിച്ച് നോക്കിക്കൊണ്ടിരിക്കും. ആ സമയത്ത് റൂഡോയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, അവന് ഈ സ്വീറ്റ്സ് എടുക്കാൻ വന്നതാണെന്ന്. സോ മനസ്സോടെ അതിൻ്റെ അന്ന് ഒരെണ്ണം അവൻ എടുക്കുന്നുണ്ട്. എന്നിട്ട് പതുക്കെ അവൻ്റെ നേരെ വെച്ച് നീട്ടുകയും ചെയ്യും. അവനാട്ടെ പെട്ടെന്ന് അത് തട്ടിപ്പറിച്ചിട്ട് അവൻ്റെ വായിലേക്ക് വെച്ച് അവനത് കഴിക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും റൂഡോയുടെ നേരെ കൈ നീട്ടിയിട്ട് വീണ്ടും ചോദിക്കും. ഇത് കാണാൻ നേരത്ത് റൂഡോയ്ക്കും പൊളിയും. അവൻ പറയുന്നുണ്ട്, ഇതാരാണ് ഈ കുരുപ്പെന്ന് പറയുന്നത്. പെട്ടെന്ന് അവൻ്റെ കൂടെ ഉണ്ടായിരുന്നിടത്ത് നേരെ അവനെ വലിച്ച് താഴത്തേക്ക് ഇട്ടിട്ട് പറയുന്നുണ്ട്, നീ ഇവനെ മൈൻഡ് ചെയ്യണ്ട, നീ കഴിച്ചോ. പിന്നെയാണ് നമ്മുടെ സാക്കേനെ കാണിക്കുന്നത്. സാക്കേട്ടെ നടന്നു പോകുമായിരുന്നു. ഈ സമയത്താണ് ആ ഒരു സംഭവം ഉണ്ടാകുന്നത്. അവൻ നോക്കാനത് എന്തോ വിചിത്രമായ ഒന്ന് പുറത്തേക്ക് വരുന്നു. സാക്കേട്ടെ പേടിച്ച് വിറച്ച് അവൻ ഞെട്ടിത്തെറിച്ചു പോയി. ഇതെന്തു പറ്റി? ആരെങ്കിലും നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വന്നതാണെന്ന് വിചാരിച്ചപ്പോഴാണ് അവൻ ആ ഒരു കാര്യം മനസ്സിലായത്. അത് മറ്റാരുമല്ല, നമ്മുടെ റൂഡാണ്. ഉള്ള സീഡ്സൊക്കെ കഴിച്ച് ആശാന് വണ്ണം വെച്ചതാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ റൂഡായിട്ട് ഒരു കത്തിയും പിടിച്ചുകൊണ്ട് അവൻ്റെ പവർ ആക്ടിവേറ്റ് ചെയ്യാൻ നോക്കുന്നതാണ്. അവിടെ അവരെല്ലാവരും ഇരിപ്പുണ്ടായിരുന്നു. പക്ഷേ റൂഡ് എത്രയൊക്കെ ശ്രമിച്ചിട്ടും അത് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ബാക്കിയുള്ളവരൊക്കെ അവനെ കളിയാക്കുന്നുണ്ട്. കളിയാക്കുന്ന വെച്ചാൽ ചുമ്മാ തമാശയൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് സാക്ക ഇതെല്ലാം കേട്ടിട്ട് പറയുന്നുണ്ട്,
റൂഡോ എനിക്ക് തോന്നുന്നു ഇത് വെച്ചുകൊണ്ട് നിനക്ക് നിന്റെ പവേഴ്സ് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്നാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഗാർബേജിന്റെ ആവശ്യമുണ്ട്. ചിലപ്പോൾ അവിടെ നിന്നായിരിക്കും നിന്റെ പവേഴ്സിന്റെ ട്രിഗർ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ട് അവന്റെ ഫ്രണ്ടിൽ കുറച്ചധികം ഗാർബേജസ് കൊണ്ട് ഇടുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് നിനക്ക് ഇതിൻ്റെ അന്ന് എന്തെങ്കിലും ഉപകാരമുള്ളത് കാണാൻ സാധിക്കുന്നുണ്ടോ? റൂഡോയുടെ പെട്ടെന്ന് എന്തോന്ന് ശ്രദ്ധിക്കും. എന്നിട്ട് പതുക്കെ നോക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് ഇരിക്കുകയും ചെയ്യും. എന്നിട്ട് ആ കൂട്ടത്തിൽ നിന്ന് ഒരു എന്താ പറയുക ഒരു സെറ്റ് സ്ക്വയർ പോലത്തെ ഒരു സാധനം എടുക്കുകയും ചെയ്യും. അത് കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് അവൻ്റെ പവറായിട്ട് ആക്ടിവേറ്റ് ആകാൻ തുടങ്ങും. എന്നിട്ട് അതിൻ്റെ രൂപം മാറി അത് കംപ്ലീറ്റ്ലി റീയൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഓ അതെന്തായാലും കൊള്ളാം. അപ്പോൾ സാക്ക നീ ശരിക്കും റൈറ്റ് അല്ല ട്രാക്കിൽ തന്നെ ആയിരുന്നല്ലേ? നീ ശരിക്കും ഒരു എക്സലൻറ്റ് ട്രെയിനറാണ്. ഇതേ നേരത്ത് നമ്മുടെ സാക്ക നൈസിലൊന്ന് പൊങ്ങുന്നുണ്ട്. ഈ ടൈമിൽ അവർ ചോദിക്കുന്നുണ്ട് അല്ല ഇവൻ ഒരെണ്ണം മാത്രമാണ് അതോ മൾട്ടിപ്പിൾ ആയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ നേരത്ത് പെട്ടെന്ന് റൂഡ് ഇരുന്നിട്ട് മറ്റൊരു സാധനം അത് വീണ്ടും ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ട്. ഇത് കാണത്ത് അവർ വീണ്ടും ഞെട്ടി. അവൻ വീണ്ടും മറ്റൊരെണ്ണം ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ട്. അവൻ വീണ്ടും ഇത് ചെയ്തുകൊണ്ടേയിരുന്നു. എന്നാൽ പെട്ടെന്നാണ് അത് സംഭവിച്ചത്. റൂഡോയുടെ മൂക്കിൽ നിന്ന് ചോര വന്നുകൊണ്ട് അവൻ നേരെ ബാക്കിലേക്ക് വീഴുവാണ്. എനിക്ക് തോന്നിയായിരുന്നു സോ ഇവനും അടുപ്പിച്ച് ഈ പവേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവനും നോസ് ബ്ലേഡ് വരും. സോ എനിക്ക് തോന്നുന്നു ആ ഗ്ലൗസിൻ്റെ ക്വാളിറ്റി അത്രത്തോളം ഇമെൻസ് ആയിരിക്കും. ആ സമയത്ത് റൂഡോ പതുക്കെ എഴുന്നേറ്റ് ചോദിക്കുന്നുണ്ട് ഗ്ലൗസിൻ്റെ ക്വാളിറ്റിയോ? അതെ, നമ്മളൊരു കാര്യം നന്നായിട്ട് തന്നെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റി കൂടിക്കൊണ്ടേയിരിക്കും. ആ ക്വാളിറ്റി കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ പവർ ഇൻക്രീസ് ആയിക്കൊണ്ടേയിരിക്കും. എന്നാൽ ഈ ക്വാളിറ്റി എന്ന് പറയുന്നത് ഫൈറ്റ് ചെയ്യാൻ മാത്രമല്ല, എക്സ്പീരിയൻസ്, മൈൻഡ് സെറ്റ്, ഇൻഫ്ലുവൻസ്, എബിലിറ്റീസ്, ഇങ്ങനെ പല പല മേജറുള്ള റോൾസും ഈ ക്വാളിറ്റിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് രണ്ടും ഒരേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും നിൻ്റെ കാര്യത്തിൽ ആ ഗ്ലൗസിന് ഹൈ ക്വാളിറ്റിയാണ്, പക്ഷേ നിൻ്റെ ബോഡിക്ക് അതിപ്പോൾ കൺട്രോൾ ചെയ്യാൻ സാധിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഗ്രിസിൻ്റെ ആ ടെയിൽസ്പെൻ എൻ്റെ കയ്യിൽ നിന്ന് പൊടിഞ്ഞു പോയത്? ഈ സമയത്ത് റിയോ ആയിട്ട് ബാക്കിലേക്ക് നോക്കിയിട്ട് പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നു അതിൻ്റെ പർപ്പസ് ഫുൾഫിൽ ചെയ്തിട്ടുണ്ടെന്ന്. പർപ്പസോ? അതെന്താ റൂഡോ? നിന്റെ പവർ എന്ന് പറയുന്നത് ഇതേപോലത്തെ ഗാർബേജിനെ നിനക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതല്ല. എനിക്ക് തോന്നുന്നു മറ്റുള്ളവർ വലിച്ചെറിയുന്ന ആർക്കും വേണ്ടെന്ന് തോന്നുന്ന പലതിൻ്റെ വേർത്ത് നിനക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് ആ വേർത്തിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ നിനക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിൻ്റെ പർപ്പസ് നിനക്ക് ഫുൾഫിൽ ചെയ്യാൻ സാധിക്കും. അത് ഫുൾഫിൽ ചെയ്ത് കഴിയുന്നിടത്ത് അത് തന്നെ ഈ ലോകത്തിൽ നിന്ന് പോകുന്നു. അത്രമാത്രം. അതും ശരിയായിരിക്കണം. കാര്യം ആ ഒരു ഫൈറ്റിൽ വെച്ച് റൂഡോ സേഫ് ആയി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ആ ടെയിൽസ്മാൻ പൊടിഞ്ഞു പോയത്. അതിനു മുമ്പ് അത് അങ്ങനെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. സോ മേ ബി അത് റൂഡോയുടെ പവറിൻ്റെ ഒരു പാർട്ട് തന്നെയായിരിക്കും. എന്നിട്ട് എജൻ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നുണ്ട്. എന്നിട്ട് അവൻ പറയുകയും ചെയ്യും റൂഡോ അത് ശരിയായിരിക്കും. റിയോ എന്തായാലും പറയുന്നത് എന്തുകൊണ്ടും ശരിയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. നീ എന്തായാലും ഗ്രിസിൻ്റെ ടെയിൽസ്മാൻ നശിപ്പിച്ച് കളഞ്ഞിട്ടില്ല, അതൊരു വെപ്പണാക്കി മാറ്റിയിട്ടുമില്ല. നീ അതിനെ ഫുള്ളി യൂസ് ചെയ്തു. നീ അതിൻ്റെ ഫുള്ളി പർപ്പസ് യൂസ് ചെയ്തു. അത്രമാത്രം. ഇത് കേൾക്കാൻ നേരത്ത് റൂഡോയ്ക്ക് അവൻ്റെ കയ്യിലേക്ക് നോക്കുന്നുണ്ട്. സോ ഞാനത് അങ്ങനെയാണല്ലോ ചെയ്തത്. അപ്പോൾ ഞാനത് നശിപ്പിച്ച് കളഞ്ഞതല്ല, ഞാനത് ബ്രേക്ക് ചെയ്തതല്ല, പകരം അതിൻ്റെ ട്രൂ പർപ്പസ് ഞാൻ യൂസ് ചെയ്തതാണ്. ആ ടൈമിൽ അവൻ ചോദിക്കുന്നുണ്ട് അല്ല നിൻ്റെ ഗ്ലൗസ് കണ്ടപ്പോൾ അവനിത് സീരീസിനെ പറ്റി പറഞ്ഞില്ലേ? നിനക്കതിനെപ്പറ്റി എന്തെങ്കിലും അറിയാവോ? ഇല്ല, ഞാനും അതിനെപ്പറ്റി ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇനിയും കുറേ ഐറ്റംസ് ഉണ്ടല്ലേ? അപ്പോൾ നമ്മുടെ റിയ ചോദിക്കുന്നുണ്ട് അല്ല നീ പേരൊന്നും ഇട്ടിട്ടില്ലേ? പേരോ? അതെ, ഞങ്ങളുടെ ഓരോ ഇൻസ്ട്രുമെൻറ്റിനും ഞങ്ങൾ ഓരോരോ പേരിട്ടിട്ടുണ്ട്. സോ നീ ഒരു പേര് ഗീവ് ചെയ്ത് നോക്ക്, അത് നല്ല നിന്നെ ഹെൽപ്പ് ചെയ്യുമായിരിക്കും. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നോ മാൻസ് ലാൻഡ് ആണ്. അവിടെ ഒരുത്തന്നെ ഇരിപ്പുണ്ടായിരുന്നു. പെട്ടെന്ന് അവൻ്റെ പുറയിലുണ്ടെന്ന ആ ഒരു ഡോർ തുറന്നിട്ട് ജാഗറും അതേപോലെ നേരത്തെ അവനെ കൂട്ടിക്കൊണ്ടുവരാൻ പോയ ആ ഒരു പെങ്കുച്ചിനെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ പതുക്കെ പറയുന്നുണ്ട് എന്തായാലും കൊള്ളാം. ക്ലീനേഴ്സ്, ദി സിറ്റി ഓഫ് ആർട്ട്, വൈറ്റൽ ഇൻസ്ട്രുമെൻറ്റ്സ്, സ്പിയറേറ്റ്, ദി ഡെസേർട്ട് അൾട്ടാർ സീരീസ്, ഇതെല്ലാം പറയുന്നതിൻ്റെ കൂടെ അവൻ്റെ മുഖത്തുള്ള ഒരു പാറ്റേൺ കാണിക്കുന്നുണ്ട്. അതിനെ അവൻ വിളിച്ചത് ദി വാച്ച്മാൻ സീരീസ് എന്നാണ്. ആൻഡ് അത് എക്സാക്ട്ലി നമ്മുടെ റൂഡോയുടെ കയ്യിൽ കിടക്കുന്ന ആ ഒരു ഗ്ലൗവിൻ്റെ പാറ്റേൺ തന്നെയാണ്. എന്നിട്ട് അവസാനം അവൻ ആ പേര് കൂടെ പറയുന്നുണ്ട്, റൂഡോ. അങ്ങനെയാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്.